ജനുവരി 22 തിങ്കളാഴ്ച. മാർക്കോസ് 3:22 മുതൽ 30 വരെ വാക്യങ്ങൾ. ഒന്നാം ലോക യുദ്ധസമയത്ത് ഫ്രാൻസിലെ ബക്കറിറ്റ് നിവാസികൾ നൂറുകണക്കിന് മനോഹരമായ പൂച്ചെണ്ടുകൾ ആകാശത്ത് നിന്ന് ഒഴുകുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു. തലയ്ക്ക് മുകളിലൂടെ പറക്കുന്ന ശത്രു വിമാനങ്ങളിൽ നിന്ന് ആണ് ആ പൂക്കൾ ഇട്ടത്. ആകർഷകമായ പൂക്കൾ എന്ന് കരുതി അവ എടുക്കരുത് എന്ന് ആളുകളെ ഉപദേശിക്കുന്ന ജാഗ്രതയുടെ വാക്കുകൾ അധികാരികളിൽ നിന്നുണ്ടായി. എന്തുകൊണ്ട്? കാരണം എല്ലാ പൂക്കളുടെ കെട്ടുകളിലും എളുപ്പത്തിൽ തകർക്കാൻ കഴിയുന്ന ഒരു ചെറിയ ബലൂൺ ഒളിപ്പിച്ചു വച്ചിരുന്നു. ആകർഷകമായ പൂക്കളുടെ ഗന്ധം അനുഭവിക്കാൻ ശ്രമിക്കുന്ന ആരെയും മുറിവേൽപ്പിക്കാനും കൊല്ലാനും ആവശ്യമായ വിഷവാതകം അവയിൽ ഓരോന്നിലും അടങ്ങിയിരുന്നു. ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും പ്രലോഭിപ്പിക്കുന്നതും എന്നാൽ അപകടകരവുമായ ആ ഭൂമിക്കണികൾ കൈകാര്യം ചെയ്യാനുള്ള ത്വരയെ ചെറുക്കാൻ പലർക്കും കഴിഞ്ഞില്ല. ആത്മീയ മണ്ഡലത്തിൽ സാത്താനും നമ്മുടെ വഴിയിൽ തിന്മകളിലേക്കുള്ള അവൻ്റെ മനോഹരവും മധുരമുള്ളതുമായ ക്ഷണം വിതറുന്നു. പാപത്തിൻ്റെ വശീകരണത്താൽ ഉൾപ്പെടുന്ന വ്യക്തികൾ ജാഗ്രതയില്ലാതെ പലപ്പോഴും അവൻ്റെ കുതന്ത്രങ്ങളിൽപ്പെടുന്നു. യേശുവിന് ഭൂതം ബാധിച്ചിരിക്കുന്നെന്ന് ശാസ്ത്രിമാർ ജനങ്ങളെ അറിയിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം. എന്നിട്ട് അവർ കൂട്ടിച്ചേർത്തു, അവൻ പിശാചുക്കളുടെ രാജകുമാരൻ്റെ സഹായത്തോടെ ഭൂതങ്ങളെ പുറത്താക്കുന്നു. മോശയുടെ നിയമങ്ങൾ നല്ലവണ്ണം അറിയാവുന്നവരായിരുന്നു ശാസ്ത്രിമാർ. എന്നിട്ടും നിയമത്തെക്കുറിച്ചുള്ള അവരുടെ അറിവ് അവരുടെ അഹന്തയെ മറ്റാരേക്കാളും വലുതാക്കി. അത് അവരെ അന്ധരാക്കി. മറ്റുള്ളവരിൽ നല്ലത് കാണാനും സ്വീകരിക്കാനും അതുകൊണ്ട് അവർക്ക് കഴിഞ്ഞില്ല. അവർ അസൂയയുടെയും വിദ്വേഷത്തിൻ്റെയും ദുരാത്മാക്കൾ ബാധിച്ചവരായിരുന്നു. യേശുവിലൂടെയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ, അംഗീകരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം അവൻ അവരിൽ ഒരാളായിരുന്നില്ല. അതിനാൽ യേശു പിശാചുകളെ പുറത്താക്കുന്നത് കണ്ടപ്പോൾ അവൻ ബേൽസെബൂൽ, പിശാചുക്കളുടെ രാജാവായ ബേൽസെബൂലിനെ കൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് കുറ്റപ്പെടുത്തി അവനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു. ഒരുപക്ഷെ യേശുവിൻ്റെ മഹത്വത്തിനെതിരെ അവർ പറഞ്ഞ ഏറ്റവും വലിയ അപമാനമാണിത്. തന്നിൽ തന്നെ വിഭജിക്കപ്പെട്ട ഒരു വീടിന് നിലനിൽക്കാനാവില്ല എന്ന് യേശു അവരോട് പറഞ്ഞു. പരസ്പരം വിദ്വേഷം നിറഞ്ഞൊരു കുടുംബം പ്രവർത്തനരഹിതമാണ്. ശാസ്ത്രിമാരെയും ഫരീശന്മാരെയും പോലെയുള്ള മനുഷ്യരുടെ കണ്ണുകളെ വഞ്ചിക്കാനും അന്ധമാക്കാനും സാത്താൻ ശക്തനാണ്. എന്നിരുന്നാലും യേശു അവരെക്കാൾ കൂടുതൽ ശക്തനാണ്. സാത്താനെ കീഴടക്കാനും മനുഷ്യരിൽ നിന്ന് അവനെ പുറത്താക്കാനും യേശുവിന് കഴിയും. അങ്ങനെ ചെയ്യുന്നതിലൂടെ സാത്താൻ നമ്മുടെ ശത്രുവാണെന്നും നാം യേശുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ സാത്താന് നമ്മുടെ മേൽ
യാതൊരു അധികാരവും കാണിക്കാൻ സാധിക്കുകയില്ല എന്നും യേശു വ്യക്തമാക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.